കർണാടക സർക്കാരിൽ ഭൂമി വിട്ടുകിട്ടാതെ നിൽക്കുന്ന 16ഓളം കുടുംബങ്ങളുടെ പരാതി കഴിഞ്ഞ ദിവസം MLA അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ MLAക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിൽ തീർച്ചയായും MLA ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പുളിങ്ങോം വില്ലേജിൻ്റെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ആ പരാതിക്കൊരു പരിഹാരം കാണാൻ സാധിക്കും. അത് നിയമസഭയിൽ സംരക്ഷണം വെക്കാമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം തന്നെ ജനങ്ങൾക്ക് MLAയുടെ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും MLAയുടെ ഭാഗത്തുനിന്ന് റവന്യൂ വകുപ്പുമായി അതുമായി സഹകരിച്ച് എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമുണ്ടാക്കാൻ MLAയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുമെന്ന് പുളിങ്ങോത്ത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന വിഷയം പഞ്ചായത്ത് അംഗം തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പി കുഞ്ഞികൃഷ്ണൻ MLA പറഞ്ഞു. ഒഴിപ്പിക്കൽ ഭീഷണി ഉടൻ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകാൻ കഴിയില്ലെന്നും ഇത് കേരളവും കർണാടകയും തമ്മിൽ ബന്ധപ്പെട്ട വിഷയമായതിനാൽ രണ്ട് സംസ്ഥാന സർക്കാരുകളും ചർച്ച നടത്തി പരിഹാരം കാണേണ്ട വിഷയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഭൂമിയിൽ നിന്നും ഒരു കുടുംബത്തെയും ഒഴിപ്പിക്കാൻ പാടില്ലെന്നതാണ് തന്റെ വ്യക്തമായ നിലപാടെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും MLA പറഞ്ഞു. പുളിങ്ങോത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭീഷണി അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് ഇടപെട്ടാലെത്രത്തോളം പരിഹരിക്കാൻ സാധിക്കുമെന്നും ഉറപ്പൊന്നും എനിക്കില്ല. കാരണം അത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണിപ്പോൾ, വെറും കുടിയൊഴിപ്പിക്കലല്ല. അതിർത്തി സംബന്ധിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായി മാറിയിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് പറയുന്നത് അത് ഞങ്ങളുടെ ഭൂമിയാണ് എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം പരിഹരിക്കേണ്ടതുണ്ട്. ആ തർക്കം പരിഹരിച്ചാലും ഇല്ലെങ്കിലും ഈ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കാൻ സാധിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് ഇടപെടൽ നമുക്ക് നടത്താം. എത്രത്തോളം അത് പരിഹരിക്കപ്പെടും എന്നതിൽ ഒരു പൂർണ്ണ തൃപ്തി ഇപ്പോഴും മാനസികമായി ഇല്ല. നമുക്കതിൽ ഇടപെടാം എന്നത് മാത്രമാണ്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.